ഹലോ, എല്ലാവർക്കും ബ്രെയിൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഡിസംബറിൽ നടക്കാനിരിക്കുന്ന കേട്ടറ്റ് കാറ്റഗറി 3 ഫിസിക്കൽ സയൻസിൻ്റെ ക്ലാസ്സുകളാണ് നമ്മൾ ഈ ചാനലിലൂടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ കാറ്റഗറി 3 ഫിസിക്കൽ സയൻസിൻ്റെ സിലബസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഫിസിക്സിലെ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാർട്ട് ബി, കെമിസ്ട്രിയിൽ വരുന്ന ഫിസിക്കൽ ചേഞ്ചസ് ആൻഡ് കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്, പക്ഷേ നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ ഇതിന്ന് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷിൽ തന്നെ മാക്സിമം പ്രിപ്പയർ ചെയ്യുക. പഠിക്കുമ്പോഴും ഇംഗ്ലീഷിൽ പഠിക്കാൻ ശ്രമിക്കുക. എക്സാം ഇംഗ്ലീഷിലായിരിക്കും, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നമുക്ക് എല്ലാവർക്കും അറിയണ്ടാവും മാറ്റങ്ങളെക്കുറിച്ച്, അല്ലേ? നമ്മുടെ ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് നിത്യജീവിതത്തിൽ തന്നെ നമുക്ക് എടുക്കാൻ കഴിയും. മെൽറ്റിംഗ് ഓഫ് ഐസ്. എന്താണ് ഐസ് ഉരുകുന്നത്? ഇതിനെന്താ സംഭവിക്കുന്നത്? ഐസ് എന്ന് പറയുന്നത് ഉരുകുന്ന സമയത്ത് അതിന് ലിക്വിഡായിട്ട് മാറുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്ക് ഈസി ആയിട്ട് മാറിപ്പോകുന്നു. ഈ ഐസ് ലിക്വിഡ് ഫോമിൽ നിന്നും നമുക്ക് തിരിച്ച് ഐസിൻ്റെ, അതായത് സോളിഡ് സ്റ്റേറ്റിലേക്ക് തന്നെ അതിനെ മാറ്റാനും കഴിയും, ആണല്ലോ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു സ്റ്റേറ്റിൽ നിന്നും ഈസി ആയിട്ട് മറ്റൊരു സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ആവുന്നു. അതേപോലെ റിവേഴ്സായിട്ട്, അതായത് ആ ഒരു പുതിയ ഉണ്ടായ സ്റ്റേറ്റിൽ നിന്നും പഴയ ആ ഒരു ഓൾഡർ സ്റ്റേറ്റിലേക്ക് തന്നെ അത് ചേഞ്ച് ആവുന്നു. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കുക. വുഡൊക്കെ ഇല്ലേ, മരം നമ്മൾ ബേൺ ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കരിയാണ്, അല്ലേ? ആ കരിയിൽ നിന്നും നമുക്ക് തിരിച്ചെന്താ ചെയ്യാൻ പറ്റില്ല, തിരിച്ച് നമുക്ക് മരമാക്കിയിട്ടെടുക്കാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ആയി എന്നുണ്ടെങ്കിലും അത് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു 2 എക്സാമ്പിൾ വെച്ചിട്ടാണ് നമുക്ക് ഫസ്റ്റ് കെമിക്കൽ ചേഞ്ചസും അതേപോലെ ഫിസിക്കൽ ചേഞ്ചസും പറയുന്നത്. അപ്പോൾ എന്താണ് ഫിസിക്കൽ ചേഞ്ചസ്, കെമിക്കൽ ചേഞ്ചസ് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം വെച്ചിട്ടാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് അതിന് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് മെൽറ്റിംഗ് ഓഫ് ഐസിൻ്റെ എക്സാമ്പിൾ എടുക്കാം. ഫിസിക്കൽ ചേഞ്ചസിന് എക്സാമ്പിളായിട്ട് ഐസ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറി അവിടെ നിന്നും റിവേഴ്സ് ചെയ്തിട്ടുള്ള ആദ്യത്തെ സ്റ്റേറ്റിലേക്ക് തന്നെ അതിന് ചേഞ്ച് ആവാൻ പറ്റുന്നുണ്ട്, അല്ലേ? അത്തരത്തിലുള്ള ചേഞ്ചസാണ് ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. അതായത് ഇറ്റ്സ് എ ടെമ്പററി ചേഞ്ച്. ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത് ടെമ്പററി ചേഞ്ച് ആയിരിക്കും, അതായത് താൽക്കാലികമായിട്ടുള്ളൊരു മാറ്റമായിരിക്കും ഫിസിക്കൽ ചേഞ്ചസിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് ഓർത്ത് വയ്ക്കുക, ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത് ഒരു ടെമ്പററി ചേഞ്ചാണ്. പിന്നെന്താണ്? ഇറ്റ് ഈസ് ഈസിലി റിവേഴ്സിബിൾ പ്രോസസ്സ്. റിവേഴ്സിബിൾ പ്രോസസ്സാണ്. നമ്മൾ പറഞ്ഞു ഐസ് സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നു, അവിടുന്ന് വീണ്ടും റിട്ടേൺ വരുന്നു, അല്ലേ? അപ്പോൾ ഒരു റിവേഴ്സിബിൾ പ്രോസസ്സാണ് എന്ന് പറയാം. ഓർത്ത് വയ്ക്കുക. അപ്പോൾ ടെമ്പററി ചേഞ്ചാണ് ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്, ഒരു റിവേഴ്സിബിൾ പ്രോസസ്സാണ്. പിന്നെ അവിടെ നമ്മൾ ഈ ഐസ് ഉരുകി ദ്രാവകാവസ്ഥയിലേക്കാവും, അത് നേരെ തിരിച്ച് ഐസാവും ചെയ്യുമ്പോൾ അവിടെ പുതിയൊരു പ്രോഡക്റ്റ്സ് ഒന്നും ഉണ്ടാവുന്നില്ല. ഈ ഒരു 2 ചേഞ്ച് അല്ലാതെ അവിടെ വേറൊരു ന്യൂലി പ്രോഡക്റ്റ്സ് ഒന്നും ഉണ്ടാകുന്നില്ല, അല്ലേ? അപ്പോൾ ഫിസിക്കൽ ചേഞ്ചസിൽ ദർ ഈസ് നോ ന്യൂ പ്രോഡക്റ്റ്സ്, അവിടെ പുതിയ പ്രോഡക്റ്റുകളൊന്നും ഉണ്ടാകുന്നില്ല. പിന്നെ അവിടെ എനർജി ഈസ് നെയ്തർ അബ്സോർബ്ഡ് നോർ റിലീസ്ഡ് ഡ്യൂറിങ് ദ ചേഞ്ച്. അവിടെ എനർജി എന്ന് പറയുന്നത് അബ്സോർബ് ചെയ്യുന്നതുമില്ല, അതേപോലെ റിലീസ് ചെയ്യുന്നതുമില്ല. ഒരു കൺസേർവ്ഡ് ആയിട്ടാണ് എനർജിയുടെ കാര്യം പറയുന്നത്. പിന്നെ ഓൺലി ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ചേഞ്ച്. ആ പേരിൽ നിന്ന് തന്നെ അറിയാം, ഫിസിക്കലിയാണ് ചേഞ്ച് ചെയ്യുന്നത്, അല്ലേ? അതായത് മാറ്ററിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത്, അവിടെ പുതിയൊരു പ്രോഡക്ട്സുകൾ ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇത്രയാണ് ഫിസിക്കൽ ചേഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ ഒരു റിവേഴ്സിബിൾ ആയിട്ടുള്ള ടെമ്പററി ചേഞ്ചബിൾ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അവിടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററാണ് ചേഞ്ചബിൾ ആകുന്ന. എനർജി എന്ന് പറയുന്നത് അവിടെ കൺസേർവ്ഡ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തതാണ് കെമിക്കൽ ചേഞ്ച്. എന്താണ് കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിസിക്കൽ ചേഞ്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണെന്ന് ഓർത്ത് വയ്ക്കുക.
ഇപ്പോൾ നമ്മൾ വുഡിൻ്റെ കേസ് പറഞ്ഞില്ലേ, വുഡ് എന്താണ് നമ്മൾ ബേൺ ചെയ്യുന്ന സമയത്ത് അത് കരിയായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ വീണ്ടും നമുക്കത് കരിയെ വീണ്ടും മരത്തിൻ്റെ ഫോമിലേക്ക് മാറ്റാൻ പറ്റില്ല അല്ലേ. അപ്പം അത്തരത്തിലുള്ള കെമിക്കലി ചേഞ്ചബിൾ ആകുന്നതിനെയാണ് കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. അതൊരു പെർമനൻറ്റ് ചേഞ്ചാണ് അല്ലേ, നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ചേഞ്ചുകളാണ് കെമിക്കൽ ചേഞ്ചസ്. അത് ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്, അതായത് പെർമനൻറ്റുമാണ്, അതേപോലെ ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള പ്രോസസ്സുമാണ്. പിന്നെ അവിടെ എന്താണ്, ന്യൂ പ്രോഡക്റ്റ്സ് ആർ ഫോംഡ്, അവിടെ ന്യൂ പ്രോഡക്റ്റ്സുകൾ ഉണ്ടാകുന്നു. ഇപ്പോൾ നമ്മൾ വുഡ് ബേൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണ്, പുതിയതുണ്ടാകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കരിയാണ് അല്ലേ. അപ്പോൾ പുതിയതായിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാകുന്നതാണ് കെമിക്കൽ ചേഞ്ച്. ഫിസിക്കൽ ചേഞ്ചസിൽ എന്ത് പറഞ്ഞു, പ്രൊഡക്ട്സുകളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല, അതിൻ്റെ ഫിസിക്കലായിട്ടുള്ള പ്രോപ്പർട്ടീസിൽ മാത്രമാണ് മാറ്റം ഉണ്ടാകുന്നത്. കെമിക്കൽ ചേഞ്ചസിലാകുമ്പോൾ കെമിക്കലി ചേഞ്ചബിൾ ആകുന്നു, അതുകൊണ്ട് അവിടെ പുതിയ പ്രോഡക്ട്സ് ഫോം ചെയ്യുന്നു. എനർജി ഈസ് എയ്തർ അബ്സോർബ്ഡ് ഓർ ഇവോൾവ് ഡ്യൂറിങ് ദ ചേഞ്ച്. എന്താണ്, കെമിക്കൽ ചേഞ്ചസിലാണെന്ന് വെച്ചാൽ എനർജി അബ്സോർബ് ചെയ്യുകയും ചെയ്യാം, റിവോൾവ് ചെയ്യുകയും ചെയ്യാം. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സബ്സ്റ്റൻസ് ചേഞ്ച്. എന്താണ് കെമിക്കൽ ചേഞ്ചസിൽ എന്താണെന്ന് പറഞ്ഞാൽ കെമിക്കൽ പ്രോപ്പർട്ടീസാണ് ചേഞ്ചബിൾ ആകുന്നത്. എക്സാമ്പിൾ എന്താണ്, വുഡ് ബേണിങ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വുഡ് ബേണിങ്. അതേപോലെ എന്താണ്, മിൽക്ക് കേർഡാവുന്നത്, പാല് തൈരാവുന്ന അവസ്ഥ, അവിടെ എന്താണ് പുതിയൊരു പ്രോഡക്റ്റ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അല്ലേ. അത് കേർഡിനെ പിന്നെ നമുക്ക് വീണ്ടും മിൽക്കാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത്തരത്തിലുള്ള ചേഞ്ചുകളാണ് കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസിൽ നമുക്ക് നോക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളൊരു പോർഷനാണ് എക്സോതെർമിക് ആൻഡ് എൻഡോതെർമിക് റിയാക്ഷൻസ്. എക്സോതെർമിക് ആൻഡ് എൻഡോതെർമിക് റിയാക്ഷൻസ്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എന്താണ് റിയാക്ഷൻസ് എന്ന് നോക്കാം. എന്താ റിയാക്ഷൻസ് എന്ന് പറയുന്നത്, ഈ ഒരു റിയാക്ഷന് എപ്പോഴും രണ്ട് സൈഡ് ഉണ്ടായിരിക്കും, ലെഫ്റ്റ് സൈഡും ഉണ്ടായിരിക്കും, റൈറ്റ് സൈഡും ഉണ്ടായിരിക്കും. അതായത് ഒന്നോ അതിലധികമോ എലമെൻറ്റ്സ് ചേർന്നിട്ട്, അല്ലെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് പറയാം ഒന്നോ അതിലധികമോ ആളുകൾ ചേർന്നിട്ട് മൂന്നാമതൊരാൾ ഉണ്ടാകുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ലെഫ്റ്റ് സൈഡും ഉണ്ടായിരിക്കും, റൈറ്റ് സൈഡും ഉണ്ടായിരിക്കും. ഇനി ഈ ഒരു റിയാക്ഷനിൽ ഏർപ്പെടുന്ന ആളുകളെയാണ് നമ്മൾ റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. ഓർത്ത് വയ്ക്കുക, റിയാക്ഷൻ പ്രോസസ്സിൽ ഏർപ്പെടുന്ന ആളുകളാണ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. അതേപോലെ ആ ഒരു റിയാക്ഷൻ നടന്നു കഴിഞ്ഞിട്ട് പുതിയതായിട്ട് ഫോം ചെയ്യുന്നവയാണ് പ്രോഡക്ട്സ്. എന്താണ്, റിയാക്റ്റൻസും പ്രോഡക്ട്സും. ഓർത്ത് വയ്ക്കുക, റിയാക്ഷൻ എന്ന് പറയുന്നതിന് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഉണ്ടായിരിക്കും. അത് എന്താണ്, അതിൽ റിയാക്റ്റൻസ് എന്ന് പറയുന്നതായിരിക്കും എപ്പോഴും ലെഫ്റ്റ് സൈഡ് ഉണ്ടാവുക. ഓർത്ത് വയ്ക്കുക, റിയാക്റ്റൻസ് ലെഫ്റ്റ് സൈഡിലായിരിക്കും. പുതുതായിട്ടുണ്ടാകുന്ന പ്രോഡക്ട്സ് എവിടെയായിരിക്കും, റൈറ്റ് സൈഡ് ആയിരിക്കും. അപ്പോൾ ഇതാണ് റിയാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് എക്സോതെർമിക് അതേപോലെ എൻഡോതെർമിക് റിയാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഇവിടെ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കി വയ്ക്കാൻ പറ്റും. എക്സോതെർമിക്, എക്സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പുറത്തേക്ക്, അങ്ങനെ ഒരു മീനിങ് ഓർത്ത് വയ്ക്കുക. അതേപോലെ എൻഡോ എന്ന് പറയുമ്പോൾ ഉള്ളിലേക്ക്, അബ്സോർബ് ചെയ്യുക, അങ്ങനെ ഓർത്ത് വയ്ക്കുക. അതേപോലെ അവിടെ ഉള്ളൊരു ടേമാണ് തെർമിക് അല്ലേ. തെർമിക് എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനെ മീൻ ചെയ്യുന്ന വേർഡാണ് തെർമിക്, അല്ലെങ്കിൽ ഹീറ്റ്. അപ്പോൾ എക്സോതെർമിക് എൻഡോതെർമിക് എന്താണെന്ന് നോക്കാം. എക്സോതെർമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് ഈസ് ഗിവൺ ഔട്ട് ടു ദ സറൗണ്ടിങ്സ്. ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത്, അതായത് ഇപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിലാണ് ഒരു റിയാക്ഷൻ നടക്കുന്നത് അല്ലെ. ഒരു സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ എന്താ പറയുക, അതിൽ ഹീറ്റായാലും പ്രഷറായാലും ടെമ്പറേച്ചറും ഒക്കെ എന്താണ്, ഒരു കൺസർവ്ഡ് അല്ല, ഒരു കോമ്പിനേഷനിലായിരിക്കും നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക ആ സിസ്റ്റത്തിൽ അല്ലേ. അപ്പോൾ അവിടെ എക്സോതെർമിക് പ്രോസസ്സ് നടക്കുകയാണെന്ന് പറയുമ്പോൾ ആ റിയാക്ഷനിൽ ഹീറ്റ് എന്ന് പറയുന്നത് സറൗണ്ടിങ്ങിലേക്ക് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതായത് ഗിവൺ ഔട്ട് ടു ദ സറൗണ്ടിങ്സ്. അതായത് ഒരു റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് ഹീറ്റ് പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അത്തരം പ്രോസസ്സുകളാണ് എക്സോതെർമിക് പ്രോസസ്സുകൾ എന്ന് പറയുന്നത്. അതേപോലെ എൻഡോതെർമിക് പ്രോസസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവിടെ ഒരു റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് ഹീറ്റ് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സറൗണ്ടിങ്ങിൽ നിന്നും അബ്സോർബ് ചെയ്യുകയാണ് എൻഡോതെർമിക് പ്രോസസ്സിൽ നടക്കുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും ഡിഫറൻസ് മനസ്സിലാക്കി വയ്ക്കുക. എക്സോതെർമിക് എന്ന് പറയുമ്പോൾ
ഹീറ്റ് സറൗണ്ടിങ്സിലേക്ക് പുറത്തേക്ക് വിടുക. അതേപോലെ എൻഡോതെർമിക് എന്ന് പറയുമ്പോൾ സറൗണ്ടിങ്സിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും ഓർത്തേക്ക്, രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമുകളാണ്, എക്സാമിന് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഡിഫറൻസ് ഓർത്ത് വയ്ക്കുക. ഇനി ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, എൻതാൽപ്പി എന്നാണ് ഇത് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻതാൽപ്പി എന്താണെന്ന് ഞാൻ പറയാം. ഇവിടുത്തെ ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കി വയ്ക്കുക, ഹീറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. എൻതാൽപ്പി എന്ന് പറയുന്നത് ഹീറ്റായിട്ട് കണക്കാക്കുക. അപ്പോൾ ഇവിടുത്തെ റിയാക്റ്റൻസിൻ്റെ ഹീറ്റ് എന്ന് പറയുന്നത് എക്സോതെർമിക് പ്രോസസ്സിൽ റിയാക്റ്റൻസിൻ്റെ ഹീറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹൈ ആയിരിക്കും. അതുകൊണ്ടല്ല അവർ പുറത്തേക്ക് സറൗണ്ടിങ്സിലേക്ക് പുറത്ത് വിടുന്നത് എന്താണ്? അവിടെ ആ സിസ്റ്റത്തിൻ്റെ ഉള്ളിലുള്ള ഹീറ്റ് കൂടുതലായതുകൊണ്ടാണ്. അപ്പോൾ എന്താണ് അവിടുത്തെ റിയാക്റ്റൻസിൻ്റെ ഹീറ്റ് എന്ന് പറയുന്നത് പ്രോഡക്ട്സിൻ്റെ ഹീറ്റിനേക്കാളും കൂടുതലായിരിക്കും, അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ഹീറ്റ് എന്ന് പറയുന്ന റിയാക്റ്റിൻ്റെ ഹീറ്റിനേക്കാളും കുറവായിരിക്കും. അത് ഓർത്ത് വയ്ക്കുക. ഹീറ്റ് എനർജി എന്ന് പറയുന്നതാണ് എൻതാൽപ്പി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റിയാക്റ്റൻസിൻ്റെ ഹീറ്റ് എനർജി എന്ന് പറയുന്നത് എന്താണ്? കൂടുതലായിരിക്കും. അതേപോലെ എൻഡോതെർമിക് പ്രോസസ്സിലാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നേരെ ഓപ്പോസിറ്റ്. റിയാക്റ്റൻസിൻ്റെ ഹീറ്റ് എനർജി അവിടെ കുറവാണ്, അതുകൊണ്ടല്ല അവർ സറൗണ്ടിങ്സിൽ നിന്നും ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത്. അപ്പം അവിടെ പ്രോഡക്റ്റിനാണ് ഹീറ്റ് എനർജി കൂടുതലുള്ളത്. അപ്പോൾ ഇതൊന്ന് ഈ 2 പോയിൻ്റ് ഓർത്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഹീറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് എക്സോതെർമിക്കിൽ എന്താണ്? നെഗറ്റീവാണ്. കാരണം അവിടെ പുറത്തേക്ക് വിടുകയാണ്, ഹീറ്റ് എനർജി പുറത്തേക്ക് വിടുകയാണ്. അപ്പോൾ റിയാക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. എൻഡോതെർമിക്കിലാണെങ്കിൽ ഹീറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവാണ്. ഇവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഏതിൽ? എക്സോതെർമിക് പ്രോസസ്സിൽ. എക്സോതെർമിക് പ്രോസസ്സിൽ എന്താ ചെയ്യുന്നത്? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. അതേപോലെ എൻഡോതെർമിക് പ്രോസസ്സിൽ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊന്നും ഓർത്ത് വയ്ക്കുക കേട്ടോ. പിന്നെന്താണ്? ഈ എക്സോതെർമിക് പ്രോസസ്സിൽ പ്രോഡക്റ്റുകൾ എന്ന് പറയുന്നത് സ്റ്റേബിളാണ്. അതേപോലെ എൻഡോതെർമിക് പ്രോസസ്സിലാണെന്ന് വെച്ചാൽ റിയാക്റ്റൻസ് ആണ് സ്റ്റേബിളായിട്ട് നിൽക്കുന്നത്. രണ്ടും ഓർത്ത് വയ്ക്കുക. ഏതെല്ലാം? എക്സോതെർമിക്കിലാണെങ്കിൽ എന്താണ്? പ്രോഡക്റ്റുകളാണ് സ്റ്റേബിളായിട്ട് നിൽക്കുന്നത്. അതേപോലെ എൻഡോതെർമിക് പ്രോസസ്സിലാണെന്ന് വെച്ചാൽ റിയാക്റ്റൻസ് ആണ് ഏറ്റവും കൂടുതൽ സ്റ്റേബിളായിട്ട് നിൽക്കുന്നത്. സ്റ്റേബിൾ ആവുക എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ എനർജി കുറവായിരിക്കും, അല്ലേ? അവിടെ എക്സോതെർമിക്കിൽ എന്താണ്? റിയാക്റ്റൻസിൻ്റെ ഹീറ്റ് എനർജിയാണ് കൂടുതലെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പ്രോഡക്ട്സിന് എന്താണ്? ഹീറ്റ് എനർജി കുറവാണെന്ന് പറഞ്ഞു. ഹീറ്റ് എനർജി കുറയുക എന്ന് പറയുമ്പോൾ അത് മോർ സ്റ്റേബിൾ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രോഡക്ട്സിനാണ് എക്സോതെർമിക്കിൽ സ്റ്റെബിലിറ്റി ഉള്ളത്. അതേപോലെ ആലോചിച്ച് കഴിഞ്ഞാൽ എൻഡോതെർമിക്കിൽ എന്താ ഉണ്ടാവുന്നത്? അവിടെ ആർക്കാണ് ഹീറ്റ് എനർജി കൂടുതൽ വരുന്നത്? പ്രോഡക്ട്സിനാണ്, അല്ലേ? അപ്പോൾ പ്രോഡക്ട്സിന് ഹീറ്റ് എനർജി കൂടുക എന്ന് പറയുമ്പോൾ റിയാക്റ്റൻസിന് ഹീറ്റ് എനർജി കുറയുക. എനർജി കുറയുമ്പോൾ സ്റ്റേബിലിറ്റി കൂടുന്നു. അപ്പോൾ റിയാക്റ്റൻസിനാണ് എൻഡോതെർമിക് പ്രോസസ്സിൽ സ്റ്റെബിലിറ്റി കൂടുതലുള്ളത്. ഇനി അവിടെ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്, അതൊന്ന് നോട്ട് ചെയ്യുക കേട്ടോ. ഇവിടെ ഒരു ഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട് എൻഡോതെർമിക് റിയാക്ഷൻ്റെയും എക്സോതെർമിക് റിയാക്ഷൻ്റെയും. അപ്പോൾ അത് ആ ഒരു ഗ്രാഫ് വെച്ചിട്ടൊന്ന് ജസ്റ്റ് നോക്കുക കേട്ടോ. എൻഡോതെർമിക് റിയാക്ഷൻസിലാണെന്ന് വെച്ചാൽ റിയാക്റ്റൻസ് എന്താണ്? സ്റ്റേബിളായിട്ട് നിൽക്കുന്നവയാണ്. അവിടെ എനർജി അബ്സോർബ് ചെയ്തിട്ടാണ് അവർ പ്രോഡക്ട്സ് ഉണ്ടാവുന്നത്. എക്സോതെർമിക് പ്രോസസ്സിലാണെന്ന് വെച്ചാൽ റിയാക്റ്റൻസിന് ഓൾറെഡി ഹൈ ലെവലിലാണ്, അവർ എനർജി റിലീസ് ചെയ്തിട്ടാണ് പ്രോഡക്ട്സിൻ്റെ ഫോമിലേക്ക് മാറുന്നത്. അപ്പോൾ ഇത്രയൊന്നും ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ നമ്മൾ എൻതാൽപ്പി എന്നുള്ളത് ഒരു ടേം നമ്മൾ കുറേ നേരമായി പറയുന്നു, അല്ലേ? അപ്പോൾ എന്താണ് എൻതാൽപ്പി എന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ ടോട്ടൽ കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. അത് ഓർത്ത് വയ്ക്കുക. കോൺസ്റ്റൻറ്റ് പ്രഷർ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് എൻതാൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജി, കോൺസ്റ്റൻറ്റ് പ്രഷർ ആയിരിക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി, അല്ലേ? അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് പ്രഷർ ആയിരിക്കുന്ന സമയത്ത് ആ സിസ്റ്റത്തിലുള്ള ടോട്ടൽ എനർജിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എൻതാൽപ്പി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ എൻതാൽപ്പിയിലുള്ള ചേഞ്ച് ഡെൽറ്റ എച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യാം. അതെങ്ങനെയാണ് പറയുന്നത്? ചേഞ്ച് ഇൻ ഹീറ്റ് ഓഫ് എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിലുള്ള ഹീറ്റിൽ ചേഞ്ച് ഉണ്ടാകുമ്പോഴാണ് എൻതാൽപ്പിയിലും ചേഞ്ച് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണത് ഒരു ഇക്വേഷൻ പോലെ പഠിച്ചു വയ്ക്കാൻ പറ്റുക? ഡെൽറ്റ എച്ച്, ദാറ്റ് ഈസ്
ചേഞ്ച് ഇൻ എൻതാൽപ്പി ഈസ് ഈക്വൽ ടു ഹീറ്റ് എനർജി ഓഫ് പ്രോഡക്ട്സ് മൈനസ് ഹീറ്റ് എനർജി ഓഫ് റിയാക്റ്റൻസ്. അതായത് ഡെൽറ്റ എച്ച് എന്നുള്ളത് നമ്മൾ പോസിറ്റീവാണോ, അതായത് ഒരു സിസ്റ്റത്തിൻ്റെ എൻതാൽപ്പി എന്ന് പറയുന്നത് പോസിറ്റീവാണോ അല്ലെങ്കിൽ നെഗറ്റീവാണോ എന്നൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്, ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എക്സോതെർമിക് പ്രോസസ്സാണെന്ന് പറയാം, അതേപോലെ പോസിറ്റീവ് ആണെങ്കിൽ എൻഡോതെർമിക് പ്രോസസ്സാണെന്ന് പറയാം. അതായത് ഒരു സിസ്റ്റത്തിൽ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് എക്സോതെർമിക് ആണോ എൻഡോതെർമിക് ആണോ എന്നൊക്കെയുള്ള എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് മനസ്സിലാക്കുന്നത് ഈ പറയുന്ന ഇക്വേഷൻ വെച്ചിട്ടാണ്. അതിൽ എച്ച് പ്രോഡക്ട്സ് മൈനസ് എച്ച് റിയാക്റ്റൻസ്, അതായത് പ്രോഡക്റ്റുകളുടെ ഹീറ്റ് എനർജി മൈനസ് റിയാക്റ്റൻസിൻ്റെ ഹീറ്റ് എനർജി, അങ്ങനെ ചെയ്ത് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയാൽ എന്താണെന്ന് പറഞ്ഞത് എക്സോതെർമിക് പ്രോസസ്സും, അതേപോലെ പോസിറ്റീവ് ആയാൽ എൻഡോതെർമിക് പ്രോസസ്സുകളുമായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയാണ് എൻതാൽപ്പി കണക്കാക്കുന്നത്. ഇനി ഈ എൻതാൽപ്പിക്ക് ഒരു യൂണിറ്റ് ഉണ്ട്, എന്താണ്, ജൂൾ അല്ലെങ്കിൽ kJ പെർ മോൾ. അതാണ് എൻതാൽപ്പിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഈ എൻതാൽപ്പി എന്ന് പറയുന്നത് ഒരു എക്സ്റ്റെൻസീവ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൺലി ഡിപ്പെൻഡ് ഓൺ ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. അതായത് ഒരു സിസ്റ്റത്തിലുള്ള റിയാക്ഷൻ്റെ എൻതാൽപ്പി എന്ന് പറയുന്നത് എന്തിനെ മാത്രം ബേസ് ചെയ്തെന്ന്, ആ സിസ്റ്റത്തിൽ അടങ്ങിയിരിക്കുന്ന എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ പെർ മോളാണ്. അതേപോലെ എൻതാൽപ്പി കാണാനുള്ള ഒരു ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. H ഇസ് ഈക്വൽ ടു E പ്ലസ് PV. E എന്ന് പറയുന്നത് ഇൻറ്റേർണൽ എനർജി, P എന്ന് പറയുന്നത് പ്രഷർ, V എന്ന് പറയുന്നത് വോളിയം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ എൻതാൽപ്പി എന്താണെന്ന് പഠിച്ചു, അതേപോലെ കെമിക്കൽ ഫിസിക്കൽ റിയാക്ഷൻസ് പഠിച്ചു, എക്സോതെർമിക്കും എൻഡോതെർമിക്കും പഠിച്ചു. ഇത്രയും ഓക്കെ അല്ലേ. ഇനി നമുക്ക് സിലബസ് പ്രകാരം പഠിക്കാനുള്ള അടുത്തൊരു ടോപ്പിക്കാണ് ഇലക്ട്രോലിസിസ് ഓഫ് വാട്ടർ. അപ്പോൾ ആ ഒരു ടേം പഠിക്കുന്നതിന് മുന്നേയായിട്ട് നമുക്ക് കുറച്ച് പോയിൻറ്റ്സുകൾ പഠിക്കാനുണ്ട്, എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ടേമുകൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്സിഡേഷൻ, റിഡക്ഷൻ പോലുള്ള കുറച്ച് ടേമുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇത് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഇത് സിലബസിലുള്ളതല്ല, പക്ഷെ നമ്മൾ ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ എന്ന് പറയുന്ന ആ ഒരു പാർട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടേമുകളൊക്കെ എന്താണെന്ന് സെപ്പറേറ്റ് മനസ്സിലാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഓക്സിഡേഷൻ. എന്താണ് ഓക്സിഡേഷൻ എന്ന് പറയാം? ഈ ഓക്സിഡേഷനിൽ നടക്കുന്നത് ലോസ് ഓഫ് ഇലക്ട്രോൺസുകളെ വിട്ടുപോകുന്നത്, അതായത് ഇലക്ട്രോൺസുകൾ നഷ്ടപ്പെടുന്ന ആ ഒരു പ്രോസസ്സാണ് ഓക്സിഡേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിന് വേറൊരു നിർവചനം കൂടി കൊടുക്കാം. എന്താണ്? അഡീഷൻ ഓഫ് ഓക്സിജൻ. ഓക്സിജൻ്റെ അഡീഷനെയും അല്ലെങ്കിൽ ഇലക്ട്രോൺസുകൾ നഷ്ടപ്പെടുന്ന ആ ഒരു പ്രോസസ്സാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. അതും അല്ലെങ്കിൽ വേറൊരു ഡെഫിനിഷൻ കൂടിയും പറയാം, റിമൂവൽ ഓഫ് ഹൈഡ്രജൻ. ഇപ്പോൾ എന്തൊക്കെയാണ് ഓക്സിഡേഷനുള്ള 2-3 നിർവചനങ്ങളാണ്. ഒന്ന്, ലോസ് ഓഫ് ഇലക്ട്രോൺസ്, അല്ലെങ്കിൽ അഡീഷൻ ഓഫ് ഓക്സിജൻ, അതും അല്ലെങ്കിൽ എന്താണ്, റിമൂവൽ ഓഫ് ഹൈഡ്രജൻ. ഇതാണ് ഓക്സിഡേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്സിഡേഷൻ പ്രോസസ്സ് എപ്പോഴും ആനോഡിലാണ് നടക്കുന്നത്. ആനോഡിലാണ് ഓക്സിഡേഷൻ പ്രോസസ്സ് നടക്കുന്നത്. അടുത്തൊന്നാണ് റിഡക്ഷൻ. എന്താണ് റിഡക്ഷൻ? ഓക്സിഡേഷനിൽ എന്താണ്, ലോസ് ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് റിഡക്ഷനിൽ, ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോണുകളെ സ്വീകരിക്കുകയാണ് റിഡക്ഷൻ പ്രോസസ്സിൽ നടക്കുന്നത്. അല്ലെങ്കിൽ അവിടെ എന്താണ്, വേറൊരു ഡെഫിനിഷൻ കൂടി പറയാം, അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. ഓക്സിഡേഷൻ പ്രോസസ്സിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് റിഡക്ഷൻ എന്ന് പറഞ്ഞു. ഓക്സിഡേഷൻ പ്രോസസ്സിൽ എന്തായിരുന്നു, റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ആയിരുന്നു. ഇവിടെ എന്താണ്, അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. അപ്പോൾ എന്താണ്, ഓക്സിജൻ്റെ അഡീഷൻ ആയിരുന്നു ഓക്സിഡേഷനിൽ, റിഡക്ഷനിൽ എന്തായിരിക്കും, റിമൂവൽ ഓഫ് ഹൈഡ്രജൻ. ഓക്കെ അല്ലേ? ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ ലോസ് ഓഫ് ഇലക്ട്രോൺസ്, അഡീഷൻ ഓഫ് ഓക്സിജൻ, റിമൂവൽ ഓഫ് ഹൈഡ്രജൻ. റിഡക്ഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. റിഡക്ഷൻ പ്രോസസ്സ് നടക്കുന്നത് കാഥോഡിലായിരിക്കും. ഓക്സിഡേഷൻ പ്രോസസ്സ് ആനോഡിലും റിഡക്ഷൻ പ്രോസസ്സ് കാഥോഡിലാണ് നടക്കുന്നത്. ഇത്രയൊക്കെ അല്ലേ. ഇനി അടുത്തൊന്നാണ് ഇലക്ട്രോലൈറ്റിക് കണ്ടക്ഷൻ. എന്താണ്, ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ എന്താണ്, അയോൺസിൻ്റെ മൂവ്മെൻറ്റ് മൂലം അവിടെ കറൻറ്റ് ഫ്ലോ ചെയ്യുക.
ആ റിയാക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യുക. ആ ഒരു പ്രോസസ്സാണ് ഇലക്ട്രോലൈറ്റിക് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ഫ്ലോ ഓഫ് കറണ്ട് ഡ്യൂ ടു ദ മൂവ്മെൻറ്റ് ഓഫ് അയോൺസ്. അയോൺസിൻ്റെ മൂവ്മെൻറ്റ് മൂലം അവിടെ കറണ്ട് പാസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇലക്ട്രോലൈറ്റിക് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അടുത്തൊന്നാണ് ഇലക്ട്രോലൈസിസ്. എന്താണ്? ഇത് ശരിക്കും ആക്ച്വലി ഒരു ഫ്ലോ ഓഫ് കറണ്ട് പാസ് ചെയ്യുന്നതിനെ തന്നെയാണ് പറയുന്നത്. സൊല്യൂഷനായിട്ടാണ് ഇതിൽ ഇലക്ട്രോലൈറ്റ് ഉണ്ടായിരിക്കുക. ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത് ഫ്ലോ ഓഫ് കറണ്ട് തന്നെയാണ്. അവിടെ എന്താ സംഭവിക്കുന്നത്? പ്രോസസ് ഓഫ് ഡീകമ്പോസിഷൻ ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് ബൈ ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ ഇറ്റ്സ് എക്വസ് സൊല്യൂഷൻ. എന്താ പറയുന്നത്? ഇലക്ട്രോലൈറ്റിലൂടെ കറൻറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോലൈറ്റ് എപ്പോഴും എന്താണ്? ഒരു സൊല്യൂഷനായിട്ടാണ് ഇരിക്കുന്നത്, ഒരു എക്വസ് സൊല്യൂഷനായിട്ടാണ് ഇരിക്കുന്നത്. ഇലക്ട്രോലൈറ്റിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോലൈറ്റ് എന്താണ്? ഡീകമ്പോസ് ചെയ്യപ്പെട്ടിട്ട് അയോൺസ് ആയിട്ട് മാറുന്നു. ഈ അയോൺസാണ് കറൻറ്റ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത്. ഇതാണ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഓക്കെ അല്ലേ? ഇനി ഇലക്ട്രോലൈറ്റിക് സെല്ല് എന്താണ്? സിമ്പിളാണ്, നമുക്ക് മനസ്സിലാവും. ഇലക്ട്രോലൈറ്റിക് സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോളിസിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സെല്ലാണ് ഇലക്ട്രോലൈറ്റിക് സെല്ല് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്. ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്കെല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലേ? എന്താണ് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സബ്സ്റ്റൻസസ് വിച്ച് അലൗ ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി. എക്സാമ്പിൾ മെറ്റൽസ്. എന്താണ്? ഇലക്ട്രിസിറ്റി ഫുള്ളി പാസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനാണ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ബെസ്റ്റ് എക്സാമ്പിൾ മെറ്റൽ. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ബെസ്റ്റ് കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ സബ്സ്റ്റൻസ് എന്ന് ചോദിച്ചിട്ടുണ്ട്, മെറ്റലാണ്. പിന്നെ നെക്സ്റ്റ് സെമി കണ്ടക്ടേഴ്സ്. പേരിൽ തന്നെ ഉണ്ടല്ലേ, സെമി ആയിട്ട്, പാർഷ്യലായിട്ട്. എന്താണ്? സബ്സ്റ്റൻസസ് വിച്ച് പാർഷ്യലി അലൗ ദ ഇലക്ട്രിസിറ്റി. പാർഷ്യലി ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യുന്നവയാണ് ആ ഒരു സബ്സ്റ്റൻസുകളാണ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ സിലിക്കൺ, അതേപോലെ ജർമ്മേനിയൊക്കെ സെമി കണ്ടക്ടേഴ്സിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് വൺ ഇൻസുലേറ്റേഴ്സ്. എന്താണ്? ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ലാത്ത ഒരവസ്ഥ. ഡു നോട്ട് അലൗ ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യാത്ത അവസ്ഥയാണ് ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ വുഡ്, പ്ലാസ്റ്റിക്, ഇതൊക്കെ എന്താണ്? ഇൻസുലേറ്റേഴ്സിന് എക്സാമ്പിളാണ്. അപ്പോൾ മൂന്നെണ്ണമുള്ളത്: കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്. കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നവ. സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ പാർഷ്യലായിട്ട് പാസ് ചെയ്യുന്നവയാണ് സെമി കണ്ടക്ടേഴ്സ്. ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഒട്ടും പാസ് ചെയ്യാത്തവ. ക്ലിയർ അല്ലേ? ഇനി അടുത്തൊന്നാണ് ഇലക്ട്രോലൈറ്റ്സ്. എന്താണ്? ഇലക്ട്രോളിസിസ് പ്രോസസ്സിലുണ്ടാകുന്നതാണ് ഇലക്ട്രോലൈറ്റ്സ് അല്ലേ? ഇതിലെന്താണ്? കറൻറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് അയോൺസായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ കഴിവുള്ള കോമ്പൗണ്ട്സുകളാണ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? അതെന്താണ്? അത് വെറുതെ ഇരിക്കുന്ന ഇതല്ല. ഒന്നുകിൽ അത് മോൾട്ടൻ സ്റ്റേറ്റിലായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അക്വസ് സ്റ്റേറ്റിലുള്ള സൊല്യൂഷൻസ് ആയിരിക്കും ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. അവിടെയാണ് കറൻറ്റ് പാസ് ചെയ്തിട്ട് എന്താണ്? അയോൺസായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയും തുടർന്ന് അതിലൂടെ കറൻറ്റ് പാസ് ചെയ്യുക, തുടർന്ന് അതിലുള്ള റിയാക്ഷൻസ് നടക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ. ഈ ഇലക്ട്രോലൈറ്റ്സ് തന്നെ രണ്ട് തരത്തിലുണ്ട്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സും ഉണ്ട്, അതേപോലെ വീക്ക് ഇലക്ട്രോലൈറ്റ്സും ഉണ്ട്. കറൻറ്റ് പാസ് ചെയ്യുമ്പോൾ കംപ്ലീറ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അയോണൈസേഷൻ നടക്കുന്നവയാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ്. എന്താണ്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിൽ എന്താ സംഭവിക്കുന്നത്? കറൻറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് അയോണൈസേഷൻ സംഭവിക്കുന്നവയാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ്. HClഉം NaOH ഒക്കെ അതിനുള്ള എക്സാമ്പിളാണ്. അതേപോലെ വീക്ക് ഇലക്ട്രോലൈറ്റ്സ് എന്താണ്? നേരെ ഓപ്പോസിറ്റ്. കറൻറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് പാർഷ്യലായിട്ടാണ് അയണൈസേഷൻ നടക്കുന്നത്. അത്തരത്തിലുള്ളവയാണ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. അതെന്താണ്? അവിടെ പാർഷ്യലായിട്ട് ഇപ്പോൾ നമ്മൾ ഒരു കറൻറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് പാർഷ്യലായിട്ടുള്ള അയണൈസ് ചെയ്യപ്പെടുകയും അയണൈസ് ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്യുന്നു അല്ലേ? അപ്പോൾ അവിടെ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓർത്തുവയ്ക്കുക, വീക്ക് ഇലക്ട്രോലൈറ്റ്സിൽ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട് അല്ലേ? അതിന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ നിന്നുള്ള ഒരു സിമ്പിൾ അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീക്ക് ഇലക്ട്രോലൈറ്റ്സിൽ എന്താണ്? പാർഷ്യലായിട്ട് അയോണൈസ് ചെയ്യുകയും ചെയ്യാത്തവയുമായിട്ട് നിൽക്കുമ്പോൾ ആ ഒരു സിസ്റ്റത്തിൽ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ഫോം ചെയ്യുന്നു എന്ന് ഓർത്തുവയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇലക്ട്രോലൈറ്റ്സിൽ പറയാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് സിലബസ് പ്രകാരമുള്ള ഇലക്ട്രോലിസിസ് ഓഫ് വാട്ടർ എന്ന ടോപ്പിക്ക് നോക്കാം. അപ്പോൾ ഇതിൽ വാട്ടറിൻ്റെ ഡീകമ്പോസിഷനാണ് പറയുന്നത് അല്ലേ? അപ്പോൾ അവിടെ എന്താണ്? ഒരു കാഥോഡ് ഉണ്ടായിരിക്കും, ആനോഡ് ഉണ്ടായിരിക്കും, ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ളതും വേണം ആണല്ലോ. അപ്പോൾ ഇനി എന്താണ് ഇലക്ട്രോലിസിസ് ഓഫ് വാട്ടർ എന്ന് നോക്കാം.
ഇവിടെ എന്താണ് പ്രോസസ് ഓഫ് യൂസിങ് ഇലക്ട്രിസിറ്റി ടു ഡീകമ്പോസ് വാട്ടർ ഇൻ ടു ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ്. അറിയാലോ, വാട്ടർ എന്താണ് സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്താ സംഭവിക്കുന്നത്, ഓക്സിജനായിട്ടും ഹൈഡ്രജൻ ഗ്യാസുമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് വാട്ടറിനെ ഡീകമ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രധാനമായിട്ട് നമ്മൾ വാട്ടറിൻ്റെ ഇലക്ട്രോളിസിസ് ചെയ്യുന്ന സമയത്ത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡുകൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്: സ്റ്റീല്, അതേപോലെ അയേൺ അല്ലെങ്കിൽ കാർബൺ. ഇതൊക്കെയാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത്. വാട്ടർ മോളിക്യൂൾസ് സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്താ ഉണ്ടാകുന്നത്, ഹൈഡ്രജൻ പ്ലസ് അയോണും OH മൈനസ് അയോൺസുമാണ് ഉണ്ടാകുന്നത്. അത് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ. ഇനി ഇലക്ട്രോളിസിസ് നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മിനിമം പൊട്ടൻഷ്യൽ വേണം. ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 1.23 വോൾട്ടാണ്. ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇലക്ട്രോലൈസിസ് റിക്വയേഴ്സ് എ മിനിമം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 1.23 വോൾട്ട്സ്. അത് ഓർത്ത് വയ്ക്കുക, എക്സാമിന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നതിൽ എന്താ ചെയ്യുന്നത്, വാട്ടറിൻ്റെ ഡീകമ്പോസിഷൻ ചെയ്തിട്ട് അവിടെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്താ ഉണ്ടാവുന്നത്, ഓക്സിജനും ഹൈഡ്രജനും ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അവിടെ എന്തൊക്കെ വേണമെന്ന് പറഞ്ഞു, കാഥോഡ്, ആനോഡ്, അതേപോലെ ഇലക്ട്രോലൈറ്റൊക്കെ വേണമെന്ന് പറഞ്ഞു. മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡ്സ് എന്താണ്, നമ്മൾ ഈ ഇലക്ട്രോലൈറ്റിൽ മുക്കി വയ്ക്കുന്ന റോഡുകളില്ലേ, അതാണ് ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത്. അത് എങ്ങനെ, സ്റ്റീല്, അയൺ അല്ലെങ്കിൽ കാർബണൊക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ അവിടുത്തെ ഒരു ഇലക്ട്രോളിസിസ് പ്രോസസ്സ് നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മിനിമം പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 1.23 വോൾട്ടാണ്. ഇനി ഇവിടെ ഒരു കംപ്ലീറ്റ് റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. 2H2O ഗീവ്സ് 2H2 + O2. വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഹൈഡ്രജനും ഓക്സിജനും ആവുന്ന ആ ഒരു പ്രോസസ്സാണ്. അത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്സിഡേഷൻ നടക്കുന്നത് ആനോഡിലാണെന്ന് പറഞ്ഞു, റിഡക്ഷൻ നടക്കുന്നത് കാഥോഡിലാണെന്ന് പറഞ്ഞു അല്ലേ. ഇപ്പോൾ ഇവിടെ ഇലക്ട്രോലൈറ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് NaOH സൊല്യൂഷനാണ്. ഇതിലേക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രമാണ്. ഇതും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ എങ്ങനെയാണ് പ്രോസസ്സ് നടക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഇലക്ട്രോലൈറ്റായിട്ട് നമ്മൾ NaOH എടുത്തിട്ടുണ്ട് ആണല്ലോ. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്, നമ്മൾ കാഥോഡായിട്ട് H2ഉം ആനോഡായിട്ട് O2ഉം വെച്ചിട്ടുണ്ട് അല്ലേ, ഇലക്ട്രോഡ്സ് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ കാഥോഡിൽ എപ്പോഴും എന്താണ്, റിഡക്ഷൻ പ്രോസസ്സാണ് നടക്കുന്നത്, അതായത് ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത് ആണല്ലോ. ആനോഡായിട്ട് നമ്മൾ O2 വെച്ചിട്ടുണ്ട്, അവിടെ ഓക്സിഡേഷനാണ് നടക്കുന്നത്, അവിടെ എന്താണ്, ലോസ് ഓഫ് ഇലക്ട്രോൺ അല്ലേ. പിന്നെ ഇലക്ട്രിക് സെല്ലിലാണ് നമ്മളിതൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഇത് രണ്ടും, ഈ ഇലക്ട്രോഡുകൾ രണ്ടും ഇലക്ട്രോലൈറ്റിൽ വെച്ച് കഴിഞ്ഞിട്ട് അതിനെ എന്ത് ചെയ്യുന്നു, ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് ആണല്ലോ. ഇനി ഇവിടെ കറൻറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ആനോഡിൽ നിന്നും ഇലക്ട്രോൺസ് ഏതിലേക്ക്, കാഥോഡിലേക്ക് മൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അവിടെ ഞാൻ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട് എവിടെ നിന്നാണ്, O2വിൽ നിന്നും H2വിലേക്ക്, ആ ഒരു ഇലക്ട്രോഡിലേക്ക്, ആനോഡിൽ നിന്നും കാഥോഡിലേക്ക് ഇലക്ട്രോൺസ് പാസ് ചെയ്യുന്നത് അവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ചിത്രം വെച്ചിട്ട് മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ. ഇവിടെ എന്താണ്, NaOH സൊല്യൂഷനാണ് ഇലക്ട്രോലൈറ്റായിട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞു. അവിടെ എന്താണ്, കറൻറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് സ്പ്ലിറ്റ് ചെയ്യുന്നു, അതായത് Na+ ആയിട്ടും OH- ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യുന്നു. OH- എന്ന് പറയുന്നത് എന്താണ്, ആനോഡിൽ പോസിറ്റീവ് ചാർജുകളാണ് ഉണ്ടാകുന്നത് ആണല്ലോ. അപ്പോൾ OH- എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജാണ്, അത് O2വിലേക്കും, അതേപോലെ Na+ എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടുള്ള H2വിലേക്കും മൂവ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതാണ് അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇവിടെ അതിനുള്ള ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്, ആനോഡിലെയും കാഥോഡിലെയും നടക്കുന്ന ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് നോക്കി മനസ്സിലാക്കുക കേട്ടോ. അതിൻ്റെ ആ രണ്ട് ഇക്വേഷൻ, അതായത് ആനോഡിൽ നടക്കുന്ന 4OH- ഗീവ്സ് 2H2O + O2 + 4E. അതാണ് ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് എന്നല്ല, എന്നാലും ആ ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് എഴുതിയെന്ന് മാത്രം. കാഥോഡിൽ എന്താ നടക്കുന്നത്, 2H2O + 4E- ഗീവ്സ് H2 + 4OH-. ഇതാണ് കാഥോഡിൽ നടക്കുന്നത്. ഇത് രണ്ടും ഇക്വേഷൻസൊക്കെ ബാലൻസ് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഫൈനലായിട്ട് കിട്ടുന്നതാണ് മുകളിൽ എഴുതിയിട്ടുള്ള 2H2O ഗീവ്സ് 2H2 + O2 എന്ന് പറയുന്ന ഇക്വേഷൻ. ഓക്കെ അല്ലേ. ഇനി ഈ ഇലക്ട്രോളിസിസ് പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് ആ ഫാക്ടേഴ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു, നേച്ചർ ആൻഡ് സ്റ്റേറ്റ് ഓഫ് ഇലക്ട്രോലൈറ്റ്
അതായത് ഒരു ഇലക്ട്രോലൈറ്റിന് മോൾട്ടൻ ആണോ അക്യൂ സൊല്യൂഷൻ ആണോ എന്നുള്ളതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. അതേപോലെ നേച്ചർ ഓഫ് ഇലക്ട്രോഡ്സ്, അടുത്തൊരു ഫാക്ടറാണ് നേച്ചർ ഓഫ് ഇലക്ട്രോഡുകളുടെ നേച്ചർ. ഇമ്പ്യൂരിറ്റീസൊക്കെ കുറവുള്ളത് വെച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഇലക്ട്രോഡ്സിൻ്റെ നേച്ചർ കൺസിഡർ ചെയ്യണം. അതേപോലെ വോൾട്ടേജ് ഓഫ് റിയാക്ഷൻ, പ്രോപ്പർ വോൾട്ട് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു മിനിമം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിട്ട് 1.23 വോൾട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം. പിന്നെ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ, എന്താണ് ഹൈ കോൺസെൻട്രേഷനൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ബെറ്റർ റിസൾട്ട് കിട്ടും. അപ്പോൾ ഇത്രയാണ് ഇലക്ട്രോളിസിസ് നടക്കുന്ന സമയത്ത് എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അടുത്തൊരു പോയിൻ്റാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഇലക്ട്രോ പ്ലേറ്റിംഗ്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് പ്ലേറ്റിംഗ് വൺ മെറ്റൽ ഓൺ അനദർ മെറ്റൽ യൂസിങ് ഇലക്ട്രിക്കൽ എനർജി. എന്താ പറയുന്നത്? സിമ്പിളാണ് അല്ലേ? ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്തിട്ട് ഒരു മെറ്റലിൻ്റെ മേലെ മറ്റൊരു മെറ്റലിൽ കോട്ട് ചെയ്യുക, പൂശിയെടുക്കുക ആണല്ലോ. അപ്പോൾ എന്താ പറയുന്നത്? ഇലക്ട്രിക്കൽ എനർജിയുടെ പ്രസൻസിൽ ഒരു മെറ്റലിൻ്റെ മേലെ മറ്റൊരു മെറ്റൽ പൂശിയെടുക്കുക, കോട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി എങ്ങനെയാണ് ഈ ഇലക്ട്രോ പ്ലേറ്റിംഗ് പ്രോസസ്സ് നടക്കുന്നതെന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. It involves the passage of electricity through an electrolyte. Electrolyte splits and some of the metal atoms are deposited in a thin layer on the top of one of the electrode. It becomes electroplated. എന്താണ്? കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. എന്താണ്? സിമ്പിളായിട്ട് പറയാം. ഒരു ഇലക്ട്രോലൈറ്റ് എടുത്തിട്ട് അതിൽ എന്താണ്, അതായത് മോൾട്ടൻ ഓർ അക്യൂസ് സൊല്യൂഷൻ ആവാം, അതിൽ 2 ഇലക്ട്രോഡ് മുക്കി വയ്ക്കുക. എന്താ ചെയ്യുന്നത്? രണ്ട് ഇലക്ട്രോഡ്സ് ഒരു ഇലക്ട്രോലൈറ്റിൽ, മോൾട്ടനോ അല്ലെങ്കിൽ അക്യൂസ് സൊല്യൂഷനോ ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റിൽ മുക്കി വയ്ക്കുക. അപ്പോൾ അവിടെ മുക്കി വെച്ചിട്ട് അപ്പോൾ അതിൽ എന്ത് വേണം? 2 ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒന്ന് പ്ലേറ്റ് ചെയ്യുന്നത്, കോട്ട് ചെയ്യേണ്ട ഇലക്ട്രോഡ്, ഏതിലാണോ കോട്ട് ചെയ്യേണ്ടത് ആ ഒരു ഇലക്ട്രോഡും, അതേപോലെ എന്താണോ കോട്ട് ചെയ്യേണ്ടത് വെച്ചാൽ അതും ഒരു ഇലക്ട്രോഡായിട്ട് വെക്കുക. ഇനി അവിടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോലൈറ്റ് ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓക്സിഡേഷനും റിഡക്ഷനും ഒക്കെ സംഭവിച്ചിട്ട് എന്താണ്, അവിടെ ആ ഒരു ഇലക്ട്രോഡിലേക്ക് മറ്റേ ഇലക്ട്രോഡിൻ്റെ ഇത് കോട്ട് ചെയ്യുന്നു, ആ ഒരു മെറ്റൽ കോട്ട് ചെയ്ത് വിട്ടുന്നു. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്താണ്? ഏത് മെറ്റലാണോ പ്ലേറ്റ് ചെയ്യേണ്ടത് അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് അടിവരയിട്ട് പഠിക്കുക. ഏത് മെറ്റലാണോ പ്ലേറ്റ് ചെയ്യപ്പെടേണ്ടത് അതേ മെറ്റലിൻ്റെ ഇലക്ട്രോലൈറ്റ് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കോപ്പർ ആണെന്നുണ്ടെങ്കിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനാണ് എടുക്കേണ്ടത്. ഇതാണ് ഇലക്ട്രോ പ്ലേറ്റിങ്ങിൽ നടക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. എന്താണ് ഇലക്ട്രോ പ്ലേറ്റിങ്ങിൻ്റെ യൂസസ് എന്തൊക്കെയാണ്? ഡീക്കറേഷൻ അതുപോലെ കൊറോഷനൊക്കെയാണ് ഇലക്ട്രോ പ്ലേറ്റിങ്ങിൻ്റെ യൂസസ് എന്ന് പറയുന്നത്. ഇനി ഇതിലുള്ള ലാസ്റ്റ് പോയിൻ്റാണ് എനർജി ചേഞ്ചസ് ഇൻ കെമിക്കൽ റിയാക്ഷൻസ്. എന്താണ്? കെമിക്കൽ റിയാക്ഷൻസിലുള്ള എനർജി ചേഞ്ചസ് ആണ് പറയുന്നത്. എങ്ങനെയാണ് നമുക്കൊരു കെമിക്കൽ റിയാക്ഷനിലെ എനർജി ചേഞ്ചസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക? ബൈ യൂസിങ് ബോണ്ട് എനർജീസ്. ബോണ്ട് എനർജി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കെമിക്കൽ റിയാക്ഷൻസിലുള്ള എനർജി ചേഞ്ചസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബോണ്ട് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ എനർജി നീഡഡ് ടു ബ്രേക്ക് എ ബോണ്ട്. ഒരു ബോണ്ട്, അതായത് ഇപ്പോൾ H2O എന്നൊക്കെ ഉള്ള ഇത് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ഒരു ബോണ്ട് ആണല്ലോ, അത് ബ്രേക്ക് ചെയ്യാനുള്ള എനർജിയാണ് ബോണ്ട് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബോണ്ട് എനർജിയെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു കെമിക്കൽ റിയാക്ഷനുള്ള എനർജി ചേഞ്ചസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓരോ ബോണ്ട്സിനും, അതായത് ഡിഫറെൻറ്റ് ബോണ്ട്സുകൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബോണ്ട് എനർജികളായിരിക്കും ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എനർജി കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയാണെന്ന് നോക്കാം. ഒരു റിയാക്ഷനിൽ എനർജി ചേഞ്ച് ഈസ് ഈക്വൽ ടു ടോട്ടൽ ബോണ്ട് എനർജി ഓഫ് റിയാക്റ്റൻസ് മൈനസ് ടോട്ടൽ ബോണ്ട് എനർജി ഓഫ് പ്രോഡക്ട്സ്. ഇതാണ് ഇക്വേഷൻ. അതായത് ടോട്ടൽ ബോണ്ട് എനർജി ഓഫ് റിയാക്റ്റൻസ്. ഇപ്പോൾ നമ്മൾ എൻതാൽപ്പിയിൽ പഠിച്ചത് എന്തായിരുന്നു? ടോട്ടൽ ഹീറ്റ് എനർജി ചേഞ്ചസ് എന്ന് പറയുന്നത് ടോട്ടൽ പ്രോഡക്ട്സിൻ്റെ ഹീറ്റ് എനർജി മൈനസ് റിയാക്റ്റൻസിൻ്റെ ഹീറ്റ് എനർജിയാണ് ആണല്ലോ. അതേപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്, പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആണെന്ന് മാത്രം. അവിടെ പ്രോഡക്ട്സ് മൈനസ് റിയാക്റ്റൻസ് ആയിരുന്നു, ഇവിടെ റിയാക്റ്റൻസ് മൈനസ് പ്രോഡക്ട്സ് ആണ്. അത്രയൊന്ന് ഓർത്ത് വയ്ക്കുക. എനർജി ചേഞ്ച് എന്ന് പറയുന്നത് ടോട്ടൽ ബോണ്ട് എനർജി ഓഫ് റിയാക്റ്റൻസ് മൈനസ് ടോട്ടൽ ബോണ്ട് എനർജി ഓഫ്
പ്രോഡക്ട്സ്. അതിൽ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ പറയാം, ടോട്ടൽ ബോണ്ട് എനർജി ഓഫ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത് എനർജി ഇൻ എന്നാക്കി എടുക്കാം. അതേപോലെ ബോണ്ട് എനർജി ഓഫ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് എനർജി ഔട്ടാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എങ്ങനെ എഴുതും? എനർജി ചേഞ്ച് ഈസ് ഈക്വൽ ടു ടോട്ടൽ ബോണ്ട് എനർജി ഓഫ് റിയാക്റ്റൻസ് മൈനസ് ടോട്ടൽ ബോണ്ട് എനർജി ഓഫ് പ്രോഡക്ട്സ്. ഈ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. പിന്നെന്താണ് അടുത്തത്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എനർജീസ്. ഇത് സിലബസിലുള്ളതൊന്നല്ല, എന്നാലും ഞാൻ ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് എഴുതിയെന്നേ ഉള്ളൂ. ചിലപ്പോൾ എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ള പോർഷനും കൂടിയാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എനർജീസ് എന്ന് പറയുന്നത്? പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? എന്താണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എനർജി ഓഫ് എ മോഷൻലെസ് ബോഡി, അതായത് സ്റ്റേബിളായിട്ട് റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിയിൽ അനുഭവപ്പെടുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ മോഷനായിട്ടുള്ള സമയത്തുള്ള എനർജി. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി സമ്മേഷനാണ് എന്ത്? ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത്. റെപ്രസെൻറ്റ് ചെയ്യുന്നത് യു വെച്ചിട്ടാണ്. അപ്പം ഇൻറ്റേർണൽ എനർജി യു ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. ഈ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്തിനൊക്കെയാണ്? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, അതേപോലെ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ്, അതേപോലെ ടെമ്പറേച്ചറിനെ എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഇൻറ്റേർണൽ എനർജിയും കൂടുന്നു, ടെമ്പറേച്ചർ കുറയുമ്പോൾ ഇൻറ്റേർണൽ എനർജിയും കുറയുന്നു. അതൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇനി നമുക്ക് നോക്കാനുള്ളത് ലാസ്റ്റ് ഒരു പ്രോസസ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോസസ്സാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് ഐസോബാറിക്, ഐസോതെർമൽ, ഐസോകോറിക് ഒക്കെ. ഇത് സിലബസിൽ പറഞ്ഞിട്ടില്ല, പക്ഷേ മിക്ക ക്വസ്റ്റ്യൻ പേപ്പറുകളിലും കണ്ടിട്ടുണ്ട്. ഐസോബാറിക്കും ഐസോതെർമലും ഐസോകോറിക്കും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. ഐസോബാറിക് പ്രോസസ്സിൽ എന്ത് നടക്കുന്നത്? കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ് ഐസോബാറിക് പ്രോസസ്സ്. ഓക്കെ, ഐസോബാറിക് പ്രോസസ്സിൽ കോൺസ്റ്റൻറ്റ് പ്രഷറാണ്. ഐസോതെർമലാണെന്ന് വെച്ചാൽ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. ഐസോകോറിക് ആണെന്ന് വെച്ചാൽ അവിടെ കോൺസ്റ്റൻറ്റ് വോളിയമാണ് അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഓക്കെ അല്ലേ? ഐസോബാറിക് ആകുമ്പോൾ പ്രഷർ കോൺസ്റ്റൻറ്റ്, ഐസോതെർമൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ്, ഐസോകോറിക് കോർ എന്ന് പറയുന്നത് വോളിയമായിട്ട് റിലേറ്റഡ് ആണ്, അപ്പോൾ വോളിയം കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ പോർഷൻസ്. നമ്മൾ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫിസിക്കൽ ചേഞ്ചസ് എന്താണ്, കെമിക്കൽ ചേഞ്ചസ് എന്താണെന്ന് നോക്കി, അതിലുള്ള എക്സോതെർമിക് എൻഡോതെർമിക് പ്രോസസ്സുകൾ നോക്കി, അതേപോലെ എൻതാൽപ്പി എന്താണ്, അതേപോലെ ഇലക്ട്രോപ്ലേറ്റിംഗ് ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ എന്താണ്, അതേപോലെ എനർജി ചേഞ്ചസ്, കെമിക്കൽ റിയാക്ഷൻസിലുള്ള എനർജി ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കി. ഇത്രയാണ് സിലബസിൽ നമുക്ക് പറഞ്ഞിട്ടുള്ളൂ. ഇനി എന്തെങ്കിലും എക്സ്ട്രാ പോയിൻറ്റ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്തിട്ട് പഠിക്കുക കേട്ടോ. പിന്നെ ഇത് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ള നോട്ടാണ് നിങ്ങൾക്ക് തന്നത്. അപ്പം ഇനി ഇതിലെന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. അതേപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സുകൾക്ക് ഇങ്ങനെ കേട്ടിട്ട് എഴുതുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്തൊരു ചാപ്റ്ററായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. Thank you.